എക്സാം ഇൻ ഫാമിലി. അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രേഷൻ 3യുടെ എക്സാം നമ്മൾ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ മക്കളെല്ലാവരും എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ എക്സാം എന്നുള്ളത് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എളുപ്പമായിരിക്കും എന്നാണ് മിസ്സ് വിചാരിക്കുന്നത്. ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് കുറച്ച് കൗണ്ട് ചെയ്ത് എഴുതാനും അതുപോലെ തന്നെ നമുക്ക് വരികൾ കൂട്ടിച്ചേർക്കാനും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, എങ്ങനെയുണ്ടായിരുന്നു എക്സാം എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനി ബുദ്ധിമുട്ടാണെങ്കിലും മക്കൾ വിഷമിക്കേണ്ട, ഇനിയും നമുക്ക് എക്സാംസ് ഉണ്ട് അല്ലേ, എക്സാംസ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻ്റഗ്രേഷൻ 1ഉം 2ഉം നമ്മൾ അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ മക്കൾ വിഷമിക്കേണ്ട കേട്ടോ. അടുത്ത എക്സാമിന് അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വായിക്കാം, പാടാം, എഴുതാം, പൂവിനെ കുറിച്ച് പാടൂ. അപ്പോൾ പൂവിനെ കുറിച്ച് 4 വരികൾ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാണ്? പല നിറത്തിൽ ടിയാ ടിയാ, പല മണത്തിൽ ടിയാ ടിയാ, വണ്ടിൻ്റെ കൂട്ടുകാർ ടിയാ ടിയാ, ചെടിയിൽ വിരിയുന്നു ടിയാ ടിയാ. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പൂമ്പാറ്റയെ കുറിച്ച് എഴുതാനായിട്ടാണ്. അപ്പോൾ പൂമ്പാറ്റയെ കുറിച്ച് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ വരികൾ എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നോക്കിയേ, പല നിറത്തിൽ ടിയാ ടിയാ, പാറി നടക്കും ടിയാ ടിയാ, പൂവിലിരിക്കും ടിയാ ടിയാ, പൂന്തേനുണ്ണും ടിയാ ടിയാ അല്ലേ. അപ്പോൾ അതുപോലെ മക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യാം, ഈ വരികൾ കൂട്ടിച്ചേർക്കാനായിട്ട് പറ്റും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ, അടുത്തത് എണ്ണി എഴുതാനായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ കുറച്ച് പൂക്കളും അതുപോലെ തന്നെ ബട്ടർഫ്ലൈസും അതുപോലെ തന്നെ സ്റ്റാറും ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഓരോന്നും എന്ത് ചെയ്യണം, എണ്ണി നോക്കണം. അപ്പോൾ ഇതാ നോക്കിക്കോ, പൂക്കൾ ആദ്യം എണ്ണാം നമുക്ക്. 1 2 3 4 5 6 7 8 9 10 11 12. എത്ര എണ്ണം ഉണ്ട്? 12 ആണുള്ളത് അല്ലേ. 12 ആണ് ഫ്ലവേഴ്സ് ഉള്ളത്. ഓക്കെ, അതുപോലെ ബട്ടർഫ്ലൈസ് എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 ബട്ടർഫ്ലൈസ് ആണുള്ളത് അല്ലേ, പൂമ്പാറ്റകൾ 7 എണ്ണം. അതുപോലെ സ്റ്റാർ എത്ര എണ്ണം ഉണ്ട്? 1 1 2 3 4 5 6 7 8 9 9 എണ്ണമാണുള്ളത്. അപ്പോൾ സ്റ്റാറുകളുടെ എണ്ണം 9. റൈറ്റ് ദ നമ്പർ ഓഫ് പിക്ചേഴ്സ് ഫ്രം ദ സ്മോളസ്റ്റ് ടു ദ ലാർജസ്റ്റ്. ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതണം. അപ്പോൾ ചെറുത് ഏതാ? 7 ആണ് ഏറ്റവും ചെറുത്, പിന്നെ 9, പിന്നെ 12. ഹൗ മെനി ഫ്ലവേഴ്സ് ആർ മോർ ദാൻ ദ സ്റ്റാർസ്? സ്റ്റാർസിനേക്കാൾ എത്ര കൂടുതലാണ് ഫ്ലവേഴ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 12 - 9 ചെയ്യണം. 12 - 9 എത്രയാ? 3. കിട്ടിയോ? ലുക്ക് അറ്റ് ദ പിക്ചർ ഡ്രോൺ ബൈ ഫഹദ്. റൈറ്റ് ദ മിസ്സിംഗ് നമ്പേഴ്സ് ഇൻ ഓർഡർ ആൻഡ് കംപ്ലീറ്റ്. അപ്പോൾ നമ്മുടെ പാറ്റേൺ കംപ്ലീറ്റ് ആക്കാനായിട്ടാണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, 12ൻ്റെ കൂടെ 2 കൂട്ടിയപ്പോൾ 14, 14ൻ്റെ കൂടെ 2 കൂട്ടിയപ്പോൾ 16, അതിൻ്റെ കൂടെ 2 കൂട്ടിയാൽ എത്രയാണ് നമുക്ക് കിട്ടുക? 18, പിന്നെ 2 കൂട്ടിയാൽ 20, പിന്നെയും 2 കൂട്ടിയാൽ 22, പിന്നെ 2 കൂട്ടിയാലോ 24. ഇതായിരിക്കും നമ്മുടെ പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ കുറച്ച് ജീവികളുടെ ചിത്രം തന്നിട്ടുണ്ട്. അതിനെ എങ്ങനെയാണ് തരംതിരിക്കേണ്ടത്? കാലില്ലാത്തവ, 4 കാലുള്ളവ, 6 കാലുള്ളവ, ഒത്തിരി കാലുള്ളവ. അപ്പോൾ ഇതിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? തേനീച്ച തന്നിട്ടുണ്ട്, പശു തന്നിട്ടുണ്ട്, 8 കാലി, മുയൽ, പാമ്പ്, പഴുതാര, അട്ട, ഒച്ച്, നായ, ഞണ്ട്, തവള, ഉറുമ്പ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, ആദ്യത്തേത് നോക്കിയേ, തേനീച്ച. തേനീച്ച എത്രയാണ്? 6 കാലുള്ളവയാണ്. പശു 4 ആണ്. അതുപോലെ 8 കാലിയാണെങ്കിലോ ഒത്തിരി കാലുള്ളത് അല്ലേ. അതുപോലെ മുയലാണെങ്കിൽ 4, അട്ടയാണെങ്കിൽ ഒത്തിരി കാലുള്ളതാണ്. അതുപോലെ തന്നെ പഴുതാരയും ഒത്തിരി കാലുള്ളതാണ്. പാമ്പ് കാലില്ലാത്തതാണ്. ഒച്ചു കാലില്ലാത്തതാണ്. നായ്ക്കുട്ടിയോ 4 കാലുള്ളതാണ്. ഞണ്ടാണെങ്കിലോ ഒത്തിരി കാലുള്ളതിൽ എഴുതാം. തവളയാണെങ്കിൽ 4 കാലുള്ളത്. അതുപോലെ ഉറുമ്പാണെങ്കിലും 4 കാലുള്ള 6 കാലുള്ളത് അല്ലേ. അപ്പോൾ കാലില്ലാത്തവയിൽ പാമ്പ്, ഒച്ച്. 4 കാലുള്ളവ പശു, മുയൽ, നായ, തവള. 6 കാലുള്ളവ ഉറുമ്പ്, തേനീച്ച. ഒത്തിരി കാലുള്ളവ 8 കാലി, അട്ട, പഴുതാര, ഞണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഫഹദ് വരച്ച ജീവി ഏതിനത്തിൽ പെടും? ഫഹദ് വരച്ചത് ആരെയാണ്? നമ്മുടെ പുഴുവാണല്ലേ, പുഴുവാണ്. അപ്പോൾ അത് ഏതിലാണ് വരിക? ഒത്തിരി കാലുള്ളതിലാണ്
അല്ലേ? ഒത്തിരി കാലുള്ളവയിലാണ് അത് വരുന്നത്. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇവിടെ കുറച്ച് മിഠായി അല്ലെ, സ്വീറ്റ്സ് കിട്ടിയത് കൊടുത്തിട്ടുണ്ട്. നമ്പർ ഓഫ് സ്വീറ്റ്സ് ഗോട്ട് ആൻഡ് നമ്പർ ഓഫ് സ്വീറ്റ്സ് ഈറ്റൺ, കഴിച്ചതും എഴുതിയിട്ടുണ്ട്. നമ്പർ ഓഫ് സ്വീറ്റ്സ് ടേക്കൺ ഹോം, അപ്പോൾ കുറച്ച് സ്വീറ്റ്സ് കിട്ടി, അതിൽ കുറച്ചെണ്ണം കഴിച്ചു, ബാക്കിയുള്ളത് വീട്ടിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ബാക്കി കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? മൈനസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിയേ, എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് കോളത്തിൽ 15 മൈനസ് 5 എത്രയാ മക്കളെ? 10. ഇനി അടുത്തതിൽ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ എഴുതാം. മിസ് 10 എന്ന് എഴുതി. അപ്പോൾ 20 മൈനസ് 10 ആണ് വീട്ടിലേക്കുള്ളത് അല്ലേ? അപ്പോൾ 10 എന്ന് കിട്ടും. അടുത്തത് 25 മൈനസ് 14 അല്ലേ? 25 മൈനസ് 14 എത്രയാ കിട്ടുക നമുക്ക്? എത്ര കിട്ടും? 25-ൽ നിന്ന് 14 പോയി കഴിഞ്ഞാൽ എത്രയാ വരിക? 11 വരും അല്ലേ? 11 വരും. ഇതാ കുറച്ച് നോക്കി, 25 മൈനസ് 14, 5-ൽ നിന്ന് 4 പോയാൽ 1, 2-ൽ നിന്ന് 1 പോയാൽ 1, 11 ആണ് കിട്ടുക. 15-ൽ നിന്ന് 9 പോയാലോ? 15 പോയി, 14 പോയി, 13 പോയി, 12 പോയി, 11 പോയി, 10 പോയി, അതുപോലെ 9 പോയി, 8 പോയി, 7 പോയി. ബാക്കി എത്രയുണ്ട്? 6 അല്ലേ? അപ്പോൾ 15 മൈനസ് 9 സമം 6. ഇനി 10-ൽ നിന്ന് 10 പോയി, അപ്പോൾ എത്ര വരിക? 10-ൽ നിന്ന് 10 പോയാൽ 0. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കുറച്ചും കൂടി ബുദ്ധിമുട്ടായിട്ട് തോന്നുക അല്ലേ? കുറച്ച് വലിയ നമ്പറൊക്കെ നമുക്ക് സബ്ട്രാക്ട് ചെയ്യേണ്ട വന്നിട്ടുണ്ട്. ബാക്കി എല്ലാം നല്ല ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ? അപ്പോൾ എല്ലാവരും എങ്ങനെയുണ്ടായിരുന്നു എക്സാം എന്ന് പറയുക, എല്ലാവരും പറയുക. അതുപോലെ തന്നെ അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് പഠിക്കുക മക്കളെ. ഓൾ ദി ബെസ്റ്റ്.